ഫഖദ് ഖീല ദാക, നിന്നെ കുറിച്ച് ജനങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവൻ തരക്കേടില്ല, ഓ നല്ല പ്രവർത്തകനാ, ഓൻ അത്യാവശ്യം ഏതു പരിപാടിക്കും വരുന്നവനാ, എല്ലാ പരിപാടിക്കും മുൻപന്തിയിൽ ഉണ്ടാകുന്നവനാ എന്ന് ജനങ്ങള് നിന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേ നിന്റെ ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ. അതല്ല, ആ കേട്ട കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാനായിരുന്നു നിനക്ക് അധ്വാനമെങ്കിൽ ആ ഓരോ കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുമായിരുന്നു. ഇതിൽ നിന്നും മാറി വേറെ ചില കൂട്ടരുണ്ട്. അള്ളാഹിന്റെ ദീനിൽ ഇടപെടുന്നതും കൊടുക്കുന്നതും ദുനിയാവിലെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം. മറ്റൊരാളെ സഹായിക്കുന്നത് ഇന്നതിന്റെ കാരണത്തിന്റെ പേരിൽ ജനങ്ങളുടെ ആദരവ് കിട്ടാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശസ്തിക്ക് വേണ്ടി, ഈ രൂപത്തിലൊക്കെ മതപരമായ കാര്യങ്ങളിലും ധനം ചെലവഴിക്കുന്നതിലും ഇടപെടുന്ന ആളുകൾ മൊത്തം അങ്ങനെയുള്ളവർ എന്ന അർത്ഥത്തിലല്ല. ഒരു കൂട്ടം ആളുകളെങ്കിലും, പച്ച മലയാള ഭാഷയിൽ പറഞ്ഞാൽ പരൽമീനിനെയിട്ട് സ്രാവിനെ പിടിക്കുന്ന ഒരു മനസ്സിന്റെ സമ്പ്രദായക്കാര്, ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ചില വിഷയങ്ങളിൽ സജീവമായി പിന്നിലുള്ള ഗൂഢമായ ലക്ഷ്യത്തിനു വേണ്ടി ഇതിന്റെ മുൻപന്തിയിൽ അള്ളാന്റെ ദീനുമായി നടക്കുന്ന വ്യക്തികൾ. ഒന്നും കൂടി ഉദാഹരിച്ചു പറഞ്ഞാൽ, പെണ്ണ് കെട്ടാൻ വേണ്ടി മുസ്ലിം ആവുന്നവന്റെ മനസ്ഥിതിക്കാരൻ അനുസരിച്ച് സമ്പത്ത് ചെലവഴിക്കുന്നതും ദീനിൽ ഇടപെടുന്നതും അതിനേക്കാളും വലുതെന്തോ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും ഈ ഭാഗത്ത് നിന്ന്, ഇന്ന കൂട്ടരിൽ നിന്ന് എന്നുള്ള നിലക്ക് എന്തോ വലുത് പ്രതീക്ഷിച്ച് ചെറിയ കാര്യങ്ങൾ ചെയ്ത് ദീനിന്റെ വക്താക്കളായി കൂടുന്ന ആളുകൾ. അവരോടും ലോകത്തിന്റെ റബ്ബ് ഓർമ്മപ്പെടുത്തി. അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു, വയുഅ്തി ബിസ്വാഹിബിൽ മാലി, ധനം കൊണ്ട് അള്ളാഹു, സമ്പത്തുകളെ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച വ്യക്തികളോട്, ഫയഖൂലുല്ലാഹു ലഹു, അള്ളാഹു അവരോട് ചോദിക്കും, അലം ഉവസ്സിഅ, നിനക്ക് ഞാൻ വിശാലമാക്കി തന്നിട്ടില്ലേ? നിന്റെ സൗകര്യങ്ങൾ, നിന്റെ സമ്പത്തുകൾ, നിന്റെ ഉപജീവനം, അത് നിനക്ക് ഞാൻ വിശാലമാക്കി തന്നിട്ടില്ലേ? ഖാല ബലാ യാ റബ്ബ്, ഉണ്ട് രക്ഷിതാവേ, ഞാൻ അത്യാവശ്യം നല്ല സ്ഥിതിയിലായിരുന്നു. ഫമാദാ അമിൽത ഫീമാ അതൈതുക, അങ്ങനെ നിനക്ക് ഞാൻ തന്നതിനെ കൊണ്ട് നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? നിനക്ക് എന്തൊക്കെ സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഞാൻ നിനക്ക് നൽകുന്ന സമ്പത്തുകളെ കൊണ്ട് കുന്തു, അവൻ അള്ളാഹുവിനോട് തിരിച്ചു പറയും, അസിലുർ റഹിമ, ഞാൻ കുടുംബ ബന്ധം ചേർത്തിട്ടുണ്ട്. വഅതസദ്ദക, ഞാൻ ധനം ചെലവഴിച്ചിട്ടുണ്ട്. എനിക്ക് അള്ളാഹു നൽകുന്ന സമ്പത്തുകളെ കൊണ്ട് ബന്ധം ചേർക്കുകയും ധനം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉടനെ അള്ളാഹുവിന്റെ കൽപ്പന വരും, കദബ്ത, നീ കള്ളമാണ് പറഞ്ഞത്, നിന്റെ ഉദ്ദേശം അതല്ലായിരുന്നു. നീ ഉദ്ദേശിച്ചിട്ടുള്ളത് ബൽ അറത്തു അയ്യുഖാല ഇന്ന ഫുലാനൻ ജവാദുൻ, നിന്റെ ഉദ്ദേശം നിന്റെ കുടുംബക്കാര് പറയണം, ഔദാര്യവാനാ അവൻ, കൊടുക്കുന്നവനാണ് അവൻ, വാരിക്കോരി കൊടുക്കാൻ താല്പര്യമുള്ളവനാണ് അവൻ, പോയാൽ തരാത്തോനല്ല അവൻ എന്ന് മറ്റുള്ളവര് പറയാൻ വേണ്ടിയാ നീ പലപ്പോഴും മറ്റുള്ളവരെ സഹായിച്ചത്. അതല്ലാതെ ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയിൽ കാലണ വേർതിരിച്ച് അള്ളാഹു വിചാരണക്ക് വിളിക്കുമ്പോ റബ്ബ് നൽകുന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് റബ്ബിന്റെ സ്വർഗം നേടണമെന്ന ആഗ്രഹത്തോടെ അല്ല നീ ഒരു കാലണയും ചെലവഴിച്ചത്. അത് അള്ളാന്റെ മാർഗത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നിന്റെ ഉദ്ദേശം വേറെയായിരുന്നു. ഒന്നുകിൽ ആ കുടുംബക്കാരനിടയിൽ പേരെടുക്കാൻ, അല്ലെങ്കിൽ ആ കുടുംബക്കാർക്കിടയിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളോടുകൂടി. അതുകൊണ്ട് നീ ഔദാര്യവാനാണ്, ശ്രേഷ്ഠനാണ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനാണ് അത്തരത്തിലുള്ള കാര്യത്തിൽ ഇടപെട്ടതുകൊണ്ട് നിനക്കതിന്റെ പ്രതിഫലം നൽകില്ല ഞാൻ എന്ന് അല്ലാഹു തആല കൽപ്പന കൊടുക്കുകയും ചെയ്യും. ഈ പറയപ്പെട്ട കാര്യങ്ങൾ, വിശ്വാസവും നമ്മളെ ജീവിതവും, ഈ വിശ്വാസവും ജീവിതവും രണ്ടു വഴിക്കാണ് പോകുന്നതെങ്കിൽ ഈ ചെലവഴിക്കപ്പെടുന്ന ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിന്റെ കോടതിയിൽ യാതൊരു നേട്ടവും നമുക്ക് ലഭിക്കുകയില്ല. ഈ ചെലവഴിക്കപ്പെടുന്ന ഓരോ സെക്കൻഡും ഭൂലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആകാശങ്ങളിൽ പറന്നു കടക്കുന്ന പക്ഷികൾ, ഭൂമിക്കടിയിൽ താമസിക്കുന്ന മണ്ണിരകൾ, ആയക്കടലിൽ ജീവിക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ, ആകാശങ്ങളിൽ മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്ന വ്യത്യസ്ത രൂപത്തിലുള്ള സൃഷ്ടികൾ, മനുഷ്യരല്ലാത്ത ഭൂലോകത്തെ മുഴുവൻ സൃഷ്ടികളും നമുക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പങ്കെടുക്കുന്നത് റബ്ബിന്റെ ദീന് തിരിച്ചറിവോടുകൂടി ജീവിതത്തിൽ പകർത്താനുള്ള നിയ്യത്തുമായിട്ടാണെങ്കിൽ അല്ല. കേൾക്കുന്നതൊന്നും ജീവിതം കൊണ്ട് സ്ഥാപിക്കാൻ, പ്രവർത്തനം കൊണ്ട് സത്യപ്പെടുത്താൻ നമ്മെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, തീർച്ചയായും അള്ളാഹുവിന്റെ ഒരു പിടുത്തമുണ്ട്. ആ പിടുത്തം നിങ്ങളിൽ എത്തുന്ന അന്ന് നിങ്ങൾ അറിയും നിങ്ങളെ വിശ്വാസത്തെ കുറിച്ച്. അതല്ലേ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾക്ക് ആർക്കും തോന്നൂല ഞാൻ അള്ളാഹു വെറുക്കപ്പെട്ടവനാണ് എന്ന്. മറ്റൊരാൾ പുകഴ്ത്തിയാൽ പോലും
നമുക്കത് അനുഭവിക്കാനും സാധിക്കില്ല. പക്ഷേ ഞാനും നിങ്ങളും ഈ ഭൂലോകത്തുനിന്ന് തിരിച്ചു പോകാൻ അള്ളാഹ് തീരുമാനിച്ച ആ അജലുൻ മുസമ്മ നിശ്ചയിക്കപ്പെട്ട സെക്കൻഡ്, ആ സെക്കൻഡിൽ ഞാനും നിങ്ങളും അറിയും ഞാൻ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവനായിരുന്നോ അള്ളാഹുവിനെ വെറുക്കപ്പെട്ടവനായിരുന്നോ എന്ന്. കാരണം നമ്മളുടെ ശരീരത്തിലെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അള്ളാഹു നിശ്ചയിക്കുന്ന മലക്കുകൾ കറുത്ത കരിമ്പടവുമായി പേടിപ്പെടുത്തുന്ന മുഖഭാവവുമായി നമ്മളുടെ റൂഹിനെ സമീപിക്കുന്ന ഒരു മലക്കിനെയാണ് നമ്മളുടെ ആത്മാവിന് കാണാൻ സാധിക്കുന്നതെങ്കിൽ വല്ലാഹി അന്ന് നമ്മൾ ഉറപ്പിക്കും, റബ്ബ് തൃപ്തിയില്ലാതെ, റബ്ബിന്റെ അനുഗ്രഹമില്ലാതെ ഈ ഭൂലോകത്ത് അള്ളാഹ് വെറുത്തവരുടെ കൂട്ടത്തിലായിരുന്നു ഞാൻ എന്ന്. അത് മരണത്തിന്റെ തൊണ്ടയിൽ, മരണത്തിന്റെ സെക്കൻഡിലെ നമുക്ക് അനുഭവപ്പെടൂ. അന്നവിടെ അത് തോന്നാതിരിക്കാൻ ജീവിച്ചിരിക്കുന്ന ഓരോ സെക്കൻഡും നേടിയെടുക്കുന്ന വിശ്വാസത്തിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സാധിക്കണം. അതുകൊണ്ടാ ലോകത്തിന്റെ തിരുദൂതന്റെ സഹാബാക്കൾക്ക് സ്വർഗമുണ്ട് എന്ന് അല്ലാഹു തആല വാഗ്ദാനം അറിയിച്ചതും. ലോകത്തിന്റെ റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോ സുന്ദരമായി ബാങ്ക് കൊടുത്ത അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി ബിലാൽ റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ റസൂലുള്ള ലോകത്തോട് വിട പറഞ്ഞപ്പോ മദീനയിലെ മിനാരത്തിൽ കയറി അഷ്ഹദു അന്ന മുഹമ്മദ് എന്ന് ചൊല്ലിത്തീരുമ്പോഴേക്കും നെഞ്ചു പടഞ്ഞ്, ചുണ്ടു വിതുമ്പി, കണ്ണുനീരൊലിപ്പിച്ച് മണലിൽ മുഖം കുത്തി വീണത് അത് ആളുകളെ കാണിക്കാനുള്ള ഒരു അഭിനയമായിരുന്നില്ല, പ്രാണന് തുല്യം അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചത് കൊണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ലോകത്തിന്റെ തിരുദൂതന്റെ കാലഘട്ടത്തിൽ തന്നെ അള്ളാഹുവിന്റെ റസൂലുള്ള മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി മണലിലൂടെ കാലെടുത്ത് നടന്നപ്പോ റസൂലുള്ളാന്റെ കാല് പതിഞ്ഞ സ്ഥാനത്ത് സ്വന്തം കാല് വെച്ച് മൂത്രമൊഴിച്ച് തിരിച്ചു വന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് എന്തിനു അബൂ ഹുറൈറ എന്ന് ചോദിച്ചപ്പോ അതിനും പ്രതിഫലമുണ്ടെങ്കിലോ റസൂലേ എന്ന് തിരിച്ചു ചോദിച്ചത് അഭിനയമല്ലായിരുന്നു, ജനങ്ങളെ കാണിക്കാനല്ലായിരുന്നു, ആഹാരം പ്രതീക്ഷിച്ചിട്ടായിരുന്നു. മരണത്തിന്റെ കിടക്കയിൽ കിടക്കുമ്പോ എനിക്കൊന്ന് പല്ല് തേക്കണം സഹാബത്തെ എന്ന് റസൂലുള്ളാന്റെ നാവ് ചലിച്ചത് കേട്ടപ്പോ ഓടിച്ചെന്ന് സ്വന്തം വീട്ടിലെ അറാഖിന്റെ കൊള്ളിക്കഷണം എടുക്കാൻ ഓടിക്കതച്ചു പോയ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ജീവൻ കൊണ്ട് അള്ളാഹുവിന്റെ മതത്തെ സ്നേഹിച്ച സഹാബത്ത്. ആ സഹാബത്ത് ഒരു ഭാഗത്തും ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ കേട്ട് ജീവിതവുമായി ഒരു ബന്ധവുമില്ലാതെ കേവലം വിശ്വാസി മാത്രമായി നടക്കുന്ന നമ്മളുടെ ജീവിതവും തമ്മിൽ എത്രമാത്രം പൊരുത്തപ്പെട്ടു ജീവിക്കും, എങ്ങനെ അള്ളാഹുവിന്റെ കോടതിയിൽ തുല്യമാകും എന്ന് നമ്മൾ ഓരോരുത്തരും ഓരോ സെക്കൻഡും ചിന്തിക്കണം. കാരണം അള്ളാഹുവിന്റെ തീരുമാനം ഏത് സെക്കൻഡിലും നമ്മളെ തേടിയെത്തിയേക്കാം. ഒരു നിമിഷത്തിന്റെ മുൻപ് അള്ളാഹുവിന് തൃപ്തിപ്പെട്ടൊരു ആത്മാവാകാൻ, റബ്ബിന് ഇഷ്ടപ്പെട്ടൊരു മനുഷ്യനാവാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ പങ്കെടുത്ത ഖുർആൻ ക്ലാസിന്റെ കണക്ക് മതിയാവില്ല റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ. നമ്മൾ കയറിയ പള്ളിയിലെ കുമ്പിട്ട സുജൂദിന്റെ വലുപ്പം മതിയാവില്ല റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ. നമ്മൾ കൊടുത്ത 10,000ങ്ങളുടെ കണക്ക് അത് മതിയാവില്ല റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ. അവിടെ രക്ഷപ്പെടണമെങ്കിൽ ആ ജീവിതത്തിൽ നമ്മൾ നേടിയെടുത്ത വിശ്വാസം, ആ വിശ്വാസവും അതിനെ കൊണ്ട് കർമ്മങ്ങളെ സമ്പുഷ്ടമാക്കി റബ്ബിന്റെ തൃപ്തിയോടെ ഈ ഭൂലോകത്ത് നിന്ന് തിരിച്ചു പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞതിന്റെ ആകത്തുക ജീവിതവും നമ്മളുടെ കർമ്മങ്ങളും രണ്ടു വഴിക്കാണ് പോകുന്നതെങ്കിൽ ഈ ദുനിയാവിൽ പരാജയപ്പെട്ടു പോയ വിഡ്ഢികളാ നമ്മൾ. അവരെ ആ റബ്ബ് ഓർമ്മപ്പെടുത്തിയതും ആമിലത്തുൻ നാസിബ, കഷ്ടപ്പെട്ട കണക്കുമായി അവരെന്റെ അരികിലേക്ക് വരും റസൂലേ, പക്ഷേ തസ്ലാ നാറുൻ ഹാമിയ, കത്തിജ്വലിക്കുന്ന അഗ്നിയാണ് അവർക്ക് ഞാൻ പകരമായി കൊടുക്കുക എന്ന് റബ്ബ് പറയുമ്പോ അതെന്നെ കുറിച്ചാണോ നമ്മെ കുറിച്ചാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇക്കണ്ട കഷ്ടപ്പാടുകൾ ത്യാഗം കൊണ്ട് അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി റബ്ബ് തൃപ്തിപ്പെടുന്ന, റബ്ബിന് ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂട്ടത്തിലെത്താൻ വേണ്ടി പ്രാർത്ഥനയോടെ മത്സരിക്കുക. ആരെയും മറ്റുള്ള കാര്യങ്ങളിൽ ആരെയും ഭയപ്പെടാതെ മതത്തിന്റെ കാര്യത്തിൽ എന്റെ റബ്ബാണ് എനിക്ക് വലുത് എന്ന് പ്രഖ്യാപിച്ച, മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് വസ്ത്രങ്ങളയച്ച് ഇരുമ്പ് കമ്പി കൊണ്ട് മർമ്മത്ത് കുത്തിയപ്പോ അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ച നമ്മളുടെ മുൻഗാമികളായ സഹാബത്ത്, കഴുത്തിൽ കയറിട്ട് മണൽത്തരികളിലൂടെ മക്കൾക്ക് കളിക്കാൻ കൊടുക്കുമ്പോഴും ചാട്ടവാറുകളെ കൊണ്ട് തല്ല് കിട്ടുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിച്ച ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിന്റെ ഓർമ്മകളിലൂടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതവും രക്തവും റബ്ബിനു വേണ്ടി തൃപ്തിക്ക് നൽകിയ സഹാബാക്കളുടെ ഓർമ്മകളിലൂടെ സ്വന്തം ജീവിതം വിശ്വാസത്തോടൊപ്പം കർമ്മങ്ങളെ കൊണ്ട് സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം. അതേ ഉപകാരപ്പെടൂ, അതേ നമുക്ക് ഗുണം ചെയ്യൂ. ദുനിയാവിലെ ലാഭം പ്രതീക്ഷിക്കാതെ
ജനങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനം പ്രതീക്ഷിക്കാതെ റബ്ബിന്റെ കണ്ണിൽ ഒരു പുൽക്കൊടിയുടെ വിലയെങ്കിലും ഉണ്ടാകാൻ പ്രാർത്ഥനയോടെ അധ്വാനിക്കുക. അങ്ങനെ അധ്വാനിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കൂട്ടിയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും പുറത്ത് നിന്റെ സ്വർഗപൂങ്കാവനത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവേ, ഒരുപാട് പരീക്ഷണങ്ങളെ കൊണ്ട് സങ്കടപ്പെടുന്ന ആളുകളുണ്ട് നാഥ. മരണപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ, രോഗം ബാധിച്ചവർ, സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബ പ്രശ്നങ്ങൾ, എല്ലാവരുടെ പ്രയാസങ്ങളും നീ വിചാരിച്ചാൽ മാത്രമാണ് റബ്ബെ മാറി കിട്ടുക. എല്ലാവർക്കും സന്തോഷം നൽകി ആഫിയത്തും റഹ്മത്തും നൽകി നീ ആദരിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.